This question, show that f of z equal to root of modulus xy satisfies CR equations at z equal to 0 but not differentiable at z equal to 0. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ ഹിയർ u ഈക്വൽ ടു റൂട്ട് ഓഫ് മോഡുലസ് എക്സ് വൈ വി ഈക്വൽ ടു 0. ഇനി നമുക്ക് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യു എക്സ് വേണം, യു വൈ വേണം, വി എക്സ് വേണം, വി വൈ വേണം. അപ്പോൾ ഇത് സി ആർ ഇക്വേഷൻ ഇസഡ് ഈക്വൽ ടു 0 ഒറിജിനൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ നേരത്തെ ചെയ്ത എല്ലാ പ്രോബ്ലംസിലും സാധാരണ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. ഇനിയുള്ള പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്കൊരു എളുപ്പം ഒരു ഫോർമുലയുണ്ട്. എഫ് ഡാഷ് ഇസഡ് എന്ന് പറഞ്ഞാൽ അറിയാം, ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 ഫംഗ്ഷൻ ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡ് ആണ്. അപ്പോൾ യു എക്സ് ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുലയാണ്. അവിടെ എക്സ് ഫിക്സഡ് ആയിരിക്കും, യു എക്സ് ആണെങ്കിൽ വൈ 0 ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 യു ഓഫ് എക്സ് 0 minus u00 divided by x is equal to 0. uy of 0 limit y tends to 0 u of 0y minus u00 divided by y is equal to 0. ഇനി ഇമാജിനറി പാർട്ട് 0 ആയതുകൊണ്ട് വി എക്സ് ഓഫ് 0 എന്ന് പറയുന്നതും 0 ആണ്, വി വൈ ഓഫ് 0 എന്ന് പറയുന്നതും 0 ആണ്. അപ്പോൾ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ്. അപ്പോൾ ഒറിജിനൽ അത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ നമുക്കറിയാം. ഒരു റീജിയനിലുള്ള എല്ലാ പോയിൻറ്റ്സിലും അറ്റ്ലീസ്റ്റ് ഒരു യൂണിക് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം, ഏതൊരു പാത്തിൽ കൂടി എടുത്താലും. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് വൈ ഈക്വൽ ടു എം എക്സ്. ജനറലായിട്ട് നമുക്ക് വൈ ഈക്വൽ ടു എം എക്സിൻ്റെ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷനാണ്, ആ പാത്താണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ലെറ്റ് ഇസഡ് ടെൻസ് ടു 0 എലോങ് ദി ലൈൻ വൈ ഈക്വൽ ടു എം എക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് 0 എന്ന് പറയുന്നത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ ഇസഡ് ആണ്. അപ്പോൾ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് മോഡുലസ് എക്സ് വൈ മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ വൈ. അപ്പോൾ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് മോഡുലസ് എക്സ് വൈ എഫ് ഓഫ് 0 ആണ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ വൈ. ഇനി വൈ എം എക്സ് എന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാം എക്സിലോട്ട് വരും. അപ്പോൾ അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് മോഡുലസ് എക്സ് ഇൻറ്റു എം എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ ഇൻറ്റു എം എക്സ്. അപ്പോൾ എക്സ് അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ റൂട്ട് ഓഫ് മോഡുലസ് എം ബൈ 1 പ്ലസ് ഐ എം. അപ്പോൾ എമ്മിന് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കും തോറും നമുക്ക് ഡിഫറെൻറ്റ് ലിമിറ്റ്സ് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല, വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എം ആൻഡ് ഹെൻസ് എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ഇസഡ് ഈക്വൽ ടു 0. Next question, prove that f of z equal to x cube into 1 plus I minus y cube into 1 minus I divided by x square plus y square is it not equal to 0 and f of 0 equal to 0 is continuous and satisfies CR equations at the origin but f dash 0 does not exist. ഇവിടെയും നമുക്ക് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. പിന്നെ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. ഹിയർ യു ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വി ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇറ്റ് നോട്ട് ഈക്വൽ ടു 0. ഇനി യു ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. യുവും വിയും റാഷണൽ ഫംഗ്ഷൻസ് ആണ്. എന്താണ് ഈ റാഷണൽ ഫംഗ്ഷൻ? റാഷണൽ ഫംഗ്ഷൻ്റെ ഫോം എല്ലാം പി ബൈ ക്യൂ ആയിരിക്കും. പി ആൻഡ് ക്യൂ സം ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. അപ്പം അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ റാഷണൽ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷനുമാണ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണ്ട. അപ്പോൾ ഹിയർ വി സീ ദാറ്റ് ബോത്ത് യു ആൻഡ് വി ആർ റാഷണൽ ആൻഡ് ഫൈനൈറ്റ് for all values of z not equal to 0 and so u and v are continuous at all those points for which z not equal to 0. Hence f of z is continuous where z not equal to 0. At the origin u equal to 0, v equal to 0 since f of 0 equal to 0. Hence u and v are both continuous at the origin. Hence f of z is continuous everywhere. At the origin u x of 0 equal to limit x tends to 0 u of x 0 minus u00 divided by x. y 0 ആയതുകൊണ്ട് u of x 0 എന്ന് പറയുന്നത് x cube by x square ആണ്. അങ്ങനെ x എന്ന് കിട്ടും.
ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. യു വൈ ഓഫ് 0 0 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് വൈ ടെൻസ് ടു 0 യു ഓഫ് 0 വൈ മൈനസ് യു 0 0 ഡിവൈഡഡ് ബൈ വൈ. അവിടെ എക്സ് 0 ആണ്. അപ്പോൾ മൈനസ് വൈ ക്യൂ ബൈ വൈ സ്ക്വയർ. അപ്പോൾ മൈനസ് വൈ എന്ന് കിട്ടും. അപ്പോൾ മൈനസ് വൈ ഡിവൈഡഡ് ബൈ വൈ ഈക്വൽ ടു -1. ഇനി വി എക്സ് ഓഫ് 0 0 ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 വി ഓഫ് എക്സ് 0 മൈനസ് വി 0 0 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. ഇനി വി വൈ ഓഫ് 0 0 ഈക്വൽ ടു ലിമിറ്റ് വൈ ടെൻസ് ടു 0 വി ഓഫ് 0 വൈ മൈനസ് വി 0 0 ഡിവൈഡഡ് ബൈ വൈ. അപ്പോൾ ലിമിറ്റ് വൈ ടെൻസ് ടു 0 വൈ ബൈ വൈ ഈക്വൽ ടു 1. അപ്പോൾ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. യു എച്ച് ഈക്വൽ ടു വി വൈ ആണ്. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ്. സാറ്റിസ്ഫൈഡ് അറ്റ് ദി ഒറിജിൻ. ഇസഡ് ഈക്വൽ ടു 0. ഇനി ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ വൈ ഈക്വൽ ടു എം എസ് നമ്മളൊരു പാത്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ എഫ് ഡാഷ് 0 ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ ഇസഡ്. അപ്പോൾ ലിമിറ്റ് വൈ ടെൻസ് ടു എം എക്സ്. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് പ്ലസ് ഐ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ. അവിടെ വൈക്ക് എം എക്സ് കൊടുക്കണം. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ക്യൂബ് മൈനസ് എം ക്യൂബ് എക്സ് ക്യൂബ് പ്ലസ് ഐ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് എം ക്യൂബ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് ഐ എം എക്സ്. എക്സ് ക്യൂബ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് എം ക്യൂബ് പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് എം ക്യൂബ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എം സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഐ എം. ദാറ്റ് ഈസ് 1 മൈനസ് എം ക്യൂബ് പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് എം ക്യൂബ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എം സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഐ എം. അപ്പോൾ എമ്മിന് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കും തോറും ഡിഫറെൻറ്റ് ലിമിറ്റ്സ് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എഫ് ഡാഷ് 0 ഡസ് നോട്ട് എക്സിസ്റ്റ്. Next question, show that f of z equal to xy square into x plus iy divided by x square plus y raised to 4 is z not equal to 0 and f of 0 equal to 0 is not differentiable at z equal to 0. ഇവിടെ ആദ്യം റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. u ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4. വി എന്ന് പറയുന്നത് എക്സ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4. ഇനി യു എക്സ് ഓഫ് 0 0 കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി യു വൈ ഓഫ് 0 0 കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അതുപോലെ വി എക്സ് ഓഫ് 0 0 കാൽക്കുലേറ്റ് ചെയ്യണം. വി വൈ ഓഫ് 0 0യും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ യു എക്സ് ഈക്വൽ ടു വി വൈ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് കിട്ടും. അപ്പോൾ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നേരത്തെ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാത്തത്. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്ത് എടുക്കണം. വൈ ഈക്വൽ ടു എം എക്സ്. അപ്പോൾ വൈ ഈക്വൽ ടു എം എക്സ് എടുക്കുമ്പം എഫ് ഡാഷ് 0 എന്ന് പറയുന്ന ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ ഇസഡ്. അപ്പോൾ ഇവിടെ വൈക്ക് എം എക്സ് കൊടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് വൈ ഈക്വൽ ടു എം എക്സ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു എം എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എം എക്സ് ദ ഹോൾ റേസ് ടു 4. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എം റേസ് ടു 4 എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ലിമിറ്റ് നമുക്ക് 0 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് ഡിഫറെൻറ്റ് ലിമിറ്റ്സ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്ത് കൂടെ എടുക്കണം. എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എടുക്കുവാണെങ്കിൽ എഫ് ഡാഷ് 0 ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ ഇസഡ്. അപ്പോൾ ലിമിറ്റ് വൈ ടെൻസ് ടു 0 വൈ റേസ് ടു 4 ഡിവൈഡഡ് ബൈ വൈ റേസ് ടു 4 പ്ലസ് വൈ റേസ് ടു 4 എന്ന് വരും. ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഫസ്റ്റ് വൈ ഈക്വൽ ടു എം എക്സ് എടുത്തപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എടുത്തപ്പോൾ 1/2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ലിമിറ്റ്സ് ആണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ അതാണ് പ്രൂവ് ചെയ്യേണ്ടത്.